श्रीस्वामिनिश्रुतजनप्रियदानशीले श्रीवेङ्कटेशदयिते तव सुप्रभातम् मातः समस्तजगतां मधुकैटभारे वक्षो विहारिणि मनोहरदीयमूर्ते श्रीस्वामिनिश्रुतजनप्रियदानशीले श्रीवेङ्कटेशदयिते तव सुप्रभातम् तव सुप्रभातमरविन्दलोचने। ടീച്ചർ ഇന്നും വൈകിയാണോ അവിടെ ഞാൻ കയറി ഇരിക്കി വെച്ച് അപ്പൊ നമ്മളെന്താ പറഞ്ഞത് അപ്പൊ നിങ്ങൾ എല്ലാവരും നാളെ വരുമ്പോ മലയാള ഭാഷയെ കുറിച്ച് ഒരു പോസ്റ്റർ ആക്കിക്കൊണ്ട് വരണം. എല്ലാവരും റെഡി ആക്കിക്കൊണ്ട് വരണം. അപ്പം നമ്മളിനി അടുത്ത പാഠഭാഗത്തേക്ക് പോവാണ്. അഗ്നിസാക്ഷിയാണ് നമ്മുടെ അടുത്ത ഭാഗം. ആരാ അഗ്നിസാക്ഷി എഴുതിയത്? ടീച്ചറെ ലളിതാംബിക അന്തർജന. താമസിച്ച് ക്ലാസ്സിൽ വരികയും ചെയ്യും. കിടന്ന് ഉറങ്ങുന്നോ? ഇന്നലെ പാഠഭാഗം വായിച്ചു തരാൻ പറഞ്ഞില്ലായിരുന്നോ? മായ ഇങ്ങോട്ട് കുറിച്ച് അഭിപ്രായം പറയും. ടീച്ചറെ അവരുടെ പുറകിലുണ്ടോ? കസേരയിലുണ്ട്. എന്ത് വൃത്തിയാണ് കൂടി കാണിച്ചിരിക്കുന്നത്? നാശം. ആ സ്ഥലം മുഴുവൻ വൃത്തികേടാണ്. മായ മുന്നിൽ പോയത് കഴിയാണ്. എനിക്ക് വീട്ടിൽ പോകും. ഇതൊക്കെ നോക്കാനാണ് ക്ലാസ്സിൽ വരുന്നത്. വീട്ടിൽ പോയിക്കാണ് പറഞ്ഞില്ലേ? ഓരോ രാവിലെ കുറ്റിയും കുറച്ച് ഇറങ്ങിക്കോളൂ. ഇതിനൊന്നും വീട്ടിൽ പറഞ്ഞു കൊടുക്കാൻ ആരും. ഓക്കെ പോട്ടെ. നമ്മളെന്താ പറഞ്ഞോണ്ടിരിക്കാല്ലേ? ഓക്കെ, അപ്പൊ നമുക്കിന്ന് ലളിതാംബിക അന്തർജനത്തിന്റെ കുറച്ച് കൃതികൾ പരിചയപ്പെടാം. മോളെ, നീ എന്താ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ?
എന്താ മോളെ നിനക്ക് പറ്റിയേ? നിനക്കത് സുഖമില്ലേ? എന്താ പറയേ, ഏട്ടനോട് പറയേ. ഒന്നുമില്ല ഏട്ടാ. അമ്മ ഇന്നലെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായ അച്ഛൻ 2 ദിവസമായല്ലോ എന്നോട് വർത്താനം പറഞ്ഞിട്ട് അമ്മേനെ വിളിച്ചിട്ടുണ്ടായോ? അച്ഛൻ വരുമ്പോ ഇപ്രാവശ്യം ഐഫോൺ വാങ്ങിത്തരുന്ന എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതെ, നീ ഇങ്ങനെ അച്ഛന്റെ പൈസ കളയാൻ വേണ്ടി നടന്നാ മതി. അച്ഛൻ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് അറിയണം. അച്ഛൻ എന്നോട് പ്രോമിസ് ചെയ്തതല്ലേ വാങ്ങിക്കൊണ്ട് തരുന്നു. അമ്മ എന്താ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞൊന്നും കേൾക്കുന്നില്ലേ? ഇന്നലെ ഞാൻ ഫ്രണ്ട് അമ്മൂൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായി. അമ്മൂൻ്റെ അമ്മ എന്തെല്ലാം എനിക്ക് തന്നേന്നറിയോ? 2 ലഡു വന്നിട്ടുണ്ടായി, പിന്നെ 2 ജിലേബി വന്നിട്ടുണ്ടായി. എന്ത് ടേസ്റ്റാണെന്നറിയോ? അവള് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ഇന്നലെ മാത്സിൻ്റെ എക്സാം ആയിട്ട് ഇന്ന കൊടുത്തിട്ടുണ്ടാക്കി 100% മാർക്ക് കിട്ടും. ഞാൻ ആ ക്ലാസ്സിൽ ടോപ്പ്. എല്ലാവരും എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തു. കുട്ടിക്ക് എന്താ പറ്റിയത്? ഒന്നുമില്ല. എനിക്കറിയില്ല ചേച്ചി, ഇവളാണെങ്കിൽ എന്നോടൊന്നും പറയുന്നുമില്ല. എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുമുണ്ട്. ഹലോ, ആ പറയൂ. മോളെ, അമ്മ ഇങ്ങോട്ട് വന്നേ. അവളോട് ചെന്ന് വലിയ സംസാരിച്ചു. അമ്മേ, അമ്മ എന്തിനാ അവള് തൊടാൻ പോയേ? എന്താ അവക്കെന്താ പറ്റിയത്? അമ്മക്ക് പൂജാമുറിയിലേക്ക് കയറേണ്ടതല്ലേ? അവളെ തൊട്ട ദൈവകോപം ഉണ്ടായതൊന്നും അറിഞ്ഞൂടെ? നീ എന്താ പറയുന്നത്? അമ്മ, അവൾക്ക് ഇന്ന് മെൻസസ് ആയിരിക്കുക. ഇന്ന് അവള് ക്ലാസ്സിൽ ഇരുന്നിടത്തും അവളുടെ ഡ്രസ്സിന് മൊത്തം ബ്ലഡ് ആയിരുന്നു, പീരീഡ്സിന്റെ. അന്ന് നിനക്കൊന്നും അവളെ സമാധാനിപ്പിച്ചൂടെ? എനിക്ക് ഏകദേശം എല്ലാ കാര്യം അറിയുന്നതല്ലേ. പിന്നെ എനിക്ക് ഇതല്ലേ പണി. അമ്മയുടെ പണി നോക്കി പോയേ. എനിക്ക് പഠിക്കാനുണ്ട്. വേറെ ആരാ അവൾക്കുള്ളത്? അവളുടെ ഏട്ടനാണെങ്കിൽ എപ്പോഴും ജോലിയും തിരക്കും. ഞാനല്ലാതെ വേറെ ആരാ അവൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ളത്? ഒന്നില്ലെങ്കിലും എൻ്റെ മോളുടെ അതേ പ്രായം തന്നെയല്ലേ അവൾക്കും. മോളെ, എന്താ മോളെ പറ്റിയത്? എന്തിനാ മോളെ കരയുന്നത്? എന്താന്ന് എനിക്കറിയില്ല. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ഡ്രസ്സിനൊക്കെ ചോരയാ. ഏട്ടനോട് പറയാൻ നോക്കുമ്പോ ഏട്ടൻ പറഞ്ഞ് വെള്ളം കുടിച്ചോന്ന്. എനിക്കറിയില്ല എനിക്ക് എന്താ സംഭവിച്ചതെന്ന്. മോൾക്കൊരു പേടെങ്കിലും കയ്യിൽ വെച്ചുകൂടായിരുന്നോ? പേടോ? അതെന്താണെന്ന് പോലും എനിക്കറിയില്ല. അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നും എനിക്കറിയില്ല. ഏട്ടനോട് പറഞ്ഞുകൂടായിരുന്നോ? ഏട്ടനോട് പറയാൻ എനിക്ക് പേടിയാ. അറിയണ്ട. ഞാൻ ചീത്തയാണോ? എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? എനിക്കിതൊന്നും പറഞ്ഞു തരാൻ വരെ ഇവിടെ ആരുമില്ല. മോളെ, ഇതൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാ പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്നതാണ്. ഇതൊക്കെ ഒരു പേട് വെച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. സാറില്ല, മോള് കരയണ്ട. അമ്മയുടെ വീട്ടിലേക്ക് വാ. അമ്മ ഒരു പേട് എടുത്തു തരാം. അതൊക്കെ വെച്ച് എല്ലാ പ്രശ്നവും കാണും.
ഇനി നമുക്ക് ഒരു പുതിയ പാഠഭാഗത്തിലേക്ക് കിടക്കാം. നമ്മൾ ഇന്നപ്പോ എടുക്കുന്ന പാഠത്തിന്റെ പേരെന്താ? ആർത്തവചക്രം. ആർത്തവചക്രം. നമ്മള് എന്താ ലേറ്റ് ആയത്? കുറച്ച് ലൈറ്റ് ആയിക്കോളൂ ടീച്ചറെ. സാരമില്ല, പോയിട്ട് കളിക്കുന്നു. അതെ, ആർത്തവചക്രം. അപ്പൊ ആർത്തവം എന്ന് പറയുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? എന്നാ കേട്ടിട്ടില്ലാത്തവർക്കും കേട്ടവർക്കും ഞാൻ പറഞ്ഞു തരാം. എന്താ ആർത്തവം എന്ന് പറഞ്ഞാൽ മെൻസസ്, അതായത് സ്ത്രീ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ് ആർത്തവം എന്ന് പറയുന്നത്. അതിൽ ഒരു രോഗാവസ്ഥയൊന്നല്ല. നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ എന്താ ആർത്തവം എന്ന് പറയുന്നത് രോഗാവസ്ഥയാണല്ലേ? ആർത്തവം അതായത് മെൻസസ് ആയാല് വീട്ടിലെ വയസ്സായവരെല്ലാം ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, അമ്പലത്തിൽ പോകാൻ പാടില്ല, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പാടില്ല, അല്ലെങ്കിൽ പൂജാമുറിയിൽ കയറാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? എന്തിനാ അവരൊക്കെ അങ്ങനെ പറയുന്നത്? നിങ്ങൾ എപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ? എല്ലാവരും അതിനെ എന്തോ ഒരു അനീതിയായിട്ടാണ് കാണുന്നത്. അപ്പൊ നമ്മൾ ബയോളജി പഠിക്കുന്നതാണ്. നമ്മൾ ഇതിൽ പഠിക്കുന്നത് എന്താ? ആർത്തവം ഒരു രോഗാവസ്ഥയല്ല, അല്ലെങ്കിൽ ആർത്തവം ഒരു അനീതിയല്ല. അതൊരു സ്ത്രീ ശരീരത്തിൽ അമ്മയാക്കാൻ നടക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. ആർത്തവ സമയത്ത് നമ്മുടെ യോനിയിലൂടെ ബ്ലഡ് ഒഴിച്ചു വരും. അപ്പൊ ഇതിനെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ പാഡ് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? ആർത്തവം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ എല്ലാവർക്കും? ടീച്ചറെ, അപ്പൊ അസ്വസ്ഥതകളൊന്നും ഉണ്ടാവൂലേ? പിന്നെ അസ്വസ്ഥത ഉണ്ടാകും. വയറുവേദന, തലവേദന, പിന്നെ ശരീരം മൊത്തം വേദന, എല്ലാവിധ അസ്വസ്ഥതകളും നമുക്ക് ആ സമയത്ത് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക. എന്താ? ആർത്തവം എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയല്ല, അതൊരു രോഗവുമല്ല. അത് സ്ത്രീ ശരീരങ്ങളിൽ സാധാരണയായി നടക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഈ കാര്യം ഇപ്പൊ എന്താ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാല്, ഇതൊന്നും നമ്മുടെ സമയത്തൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായില്ല. ഇപ്പൊ വീട്ടിലാണെങ്കിലും സ്കൂളിൽ വന്നാലാണെങ്കിലും ഒരാൾ പോലും ഉണ്ടായിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതെന്താണെന്ന് മനസ്സിലാക്കുക. എല്ലാവർക്കും മനസ്സിലായല്ലോ പറഞ്ഞത് എന്താണെന്ന്? ഓക്കെ. എന്നാൽ പിന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എല്ലാവരും നാളെ വരുമ്പോൾ ഈ പാഠഭാഗം വായിച്ചിട്ട് വരണം കേട്ടോ. താങ്ക് യു. താങ്ക് യു ടീച്ചർ. ടീച്ചർ ഇന്ന് കാര്യമായിട്ട് എന്താ എടുക്കുന്നുണ്ടായിരുന്നല്ലോ? കുട്ടികൾക്ക് ആർത്തവചക്രത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തതാ. ഓ, ആർത്തവചക്രത്തെ കുറിച്ചാണല്ലേ? അതെ. ഇതൊക്കെ എന്തിനാ ക്ലാസ് റൂമിൽ ചർച്ച ചെയ്യുന്നത്? ഇതൊക്കെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞാൽ പോരെ? നമുക്ക് ഇതൊന്നും പറഞ്ഞുതരാൻ ആരും ഉണ്ടായിട്ടല്ലോ ടീച്ചറെ. കുട്ടികളെങ്കിലും ഇത് പഠിക്കട്ടെ. ടീച്ചറെ, നമുക്കൊന്ന് താഴെ വരെ പോയാലോ? നാപ്കിൻ ഡിസ്പോസ് ചെയ്യാനുള്ള പ്ലേസ് നോക്കാൻ ആൾക്കാർ വരുന്നെന്ന് പറഞ്ഞിരുന്നല്ലോ. ശരി ടീച്ചർ, എന്നാ പോയിട്ട് വരാം. പോവാം. വയ്യ ടീച്ചർ. നമുക്ക് ഗേൾസ് റൂമിൽ പോവാം. ആർത്തവം ഒരു തെറ്റൊന്നുമല്ല. സ്ത്രീ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രവർത്തനം മാത്രമാണത്. മുടിനാര് വളരുന്നത് പോലെ അല്ലെങ്കിൽ നഖം വളരുന്നത് പോലെ ശരീരത്തിൽ ഒരു പ്രക്രിയ നടക്കുന്നു, അത്ര തന്നെ. എന്നാൽ ആ സമയങ്ങളിൽ എന്തിനാണ് അവളെ സമൂഹം അകറ്റി നിർത്തുന്നത്? ചേർത്ത് പിടിക്കേണ്ട സമയങ്ങളിൽ സമൂഹം എന്തിനാണ് അവൾക്ക് അയിത്തം കൽപ്പിക്കുന്നത്? വിദ്യാലയങ്ങളിൽ പോലും ആർത്തവം എന്നത് അധ്യാപകർക്ക് ഒരു അയിത്ത വിഷയം മാത്രമാണ്. എവിടെ മുതലാണ് മാറ്റം വേണ്ടതെന്ന് ചിന്തിച്ചു തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒന്ന് ചിന്തിക്കൂ. സെക്സ് എഡ്യൂക്കേഷൻ നമുക്ക് മുന്നിൽ തുറക്കാൻ പോകുന്നത് വലിയ സാധ്യതകളാണ്. മനുഷ്യ മനസ്സിൻ്റെ നിഗൂഢതകളെ നീക്കം ചെയ്യാൻ സെക്സ് എഡ്യൂക്കേഷൻ നമ്മളെ സഹായിക്കും. ജീവിതത്തെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ള ഒരു തലമുറയെ നമുക്കിതിലൂടെ വാർത്തെടുക്കാം.